ശബരിമലയിൽ നിറപുത്തരി പൂജ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂജയ്ക്ക് ശേഷം നെൽക്കതിർ ഭക്തർക്ക് വിതരണം ചെയ്തിരിക്കുകയാണ്. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ആണ് അയ്യനു മുന്നിൽ നെൽക്കതിർ സമർപ്പിച്ച നിറപുത്തരി പൂജ നടന്നിരിക്കുന്നത്. കൂടാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ഇന്ന് നിറപുത്തരി പൂജകൾ നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ടിൻഡു ദാസ് ഉണ്ട് വിവരങ്ങളുമായി. ടിൻഡു, അവിടെ നിറപുത്തരി പൂജകൾ സമാപിച്ചു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ 5:45 കൂടിയാണ് നിറപുത്തരി ചടങ്ങുകൾ ആരംഭിച്ചത്. 6:15 കൂടി പൂജകളെല്ലാം അവസാനിച്ച് ഭക്തജനങ്ങൾക്ക് നിറപുത്തരി വിതരണം ചെയ്തു. ദൃശ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ഇന്ന് സമാനമായ രീതിയിൽ തന്നെ നിറപുത്തരി ചടങ്ങുകൾ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലുമാണ് നിറപുത്തരി ചടങ്ങുകൾ നടത്തുന്നത്. ഇതിനുവേണ്ടി ഇന്നലെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയിരുന്ന നെൽപ്പാടങ്ങളിൽ നിന്നും തിരുവനന്തപുരം മേയറിൻ്റെയും അതോടൊപ്പം തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുതിർന്ന ആരാധികളുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ നെൽക്കതിരെത്തിച്ചിരുന്നു. എന്നിട്ട് തെക്കേ നടയിലെ കൽമണ്ഡപത്തിൽ പൂജിച്ച നെൽക്കതിരുകൾ ആരാധിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്തേക്ക് എത്തിക്കുകയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വെച്ച് പൂജിക്കുകയും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് പതിവ്. അപ്പോൾ 5:45 കൂടി തന്നെ ഇന്ന് നിറപുത്തരി ചടങ്ങുകൾ നടത്തി. 5:45 6:15 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഒരു വർഷത്തെ സമൃദ്ധിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. രാജകുടുംബാംഗങ്ങളും ഈ നിറപുത്തരി ചടങ്ങിൽ അല്ലെങ്കിൽ ഈ നിറപുത്തരി ഏറ്റുവാങ്ങാൻ എല്ലാ വർഷവും ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഇന്നും അത്തരത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാനായിട്ട് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യം, അതായത്
ഭക്ഷ്യസമൃദ്ധിയും കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടത്തുന്നത്. എന്തായാലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ചടങ്ങുകൾക്ക് പരിസമാപ്തിയായിട്ടുണ്ട്. 5:45 കൂടി തെക്കേ നടയിൽ നിന്നും ആരംഭിച്ച നിറപുത്തരി ചടങ്ങ് വാദ്യഘോഷങ്ങളോടുകൂടി ശീവേലിപ്പുരയിൽ പ്രദക്ഷിണം വെച്ചാണ് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നത്. അവിടെ പ്രത്യേക പൂജ കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിറപുത്തരി എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള നെൽവയലിൽ പ്രത്യേകം വിളവെടുത്ത നെൽക്കതിരുകളാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിലെ നിറപുത്തരി പൂജകൾക്ക് വേണ്ടി എത്തിക്കുന്നത്. എന്തായാലും ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ വളരെ ഭംഗിയായി തന്നെ പൂർത്തിയായിട്ടുണ്ട്. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിലും 5:45-നും 6:15-നും ഇടയിലുള്ള ചടങ്ങിലായിരുന്നു നിറപുത്തരി ചടങ്ങുകൾ നടത്തിയത്. ദൃശ്യ.